യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. എടത്തിക്ക് ഇത്ര പേടിയുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ പോയി മാഷിനെല്ലാം അറിയിക്കാം. അല്ല, മാഷിപ്പോ എവിടെയാ? അച്ഛൻ രഘുവേട്ടന്റെ വീട്ടിലുണ്ടാവാനാ സാധ്യത. ഇപ്പൊ പോയാ ചിലപ്പോ നേരിട്ട് കാണാനും പറ്റും. എന്നാ എടത്തി തിരിച്ചു പൊയ്ക്കോ, ഇത് ഞാൻ ഏറ്റു. താങ്ക്സ് സത്യ, ഞാൻ പോട്ടെ. ധൈര്യമായിട്ട് പൊയ്ക്കോ. മോള് അച്ഛന്റെ മടി കിടന്ന് ഉറങ്ങിയല്ലോ. ഞാൻ കൊണ്ട് അകത്ത് കിടത്തട്ടെ? വേണ്ട മോളെ, ഇവിടെ കിടക്കട്ടെ. അച്ഛനൊന്നും കഴിച്ചില്ലല്ലോ. ഞാനൊരു ആപ്പിൾ ചെത്തി തരട്ടെ? എനിക്ക് വിശക്കുന്നില്ല മോളെ. ആപ്പിളൊക്കെ നീയും കഴിച്ചാൽ മതി. നന്നായി ആഹാരം കഴിച്ചാലല്ലേ കുഞ്ഞിന് നല്ല ആരോഗ്യം ഉണ്ടാവൂ. അതുകൊണ്ടിപ്പോ നീ എന്റെ ആഹാരക്കാര്യത്തിലല്ല, നീ നിന്റെയും കുഞ്ഞിന്റെയും കാര്യം വേണം കൂടുതൽ ശ്രദ്ധിക്കാൻ. അവളോട് ഞാനിത് പറഞ്ഞു മടുത്തച്ച. ദേച്ചി നമ്മൾ പറഞ്ഞാലൊന്നും കേൾക്കില്ല. പക്ഷെ ശബരിയേട്ടൻ പറഞ്ഞ അതനുസരിക്കും. അത് ശരിയാ. ദേക്ക് രാത്രി പെയിൻ വന്നതേ ശബരി രാവിലെ പോകുന്നതിന്റെ ടെൻഷനിലാന്ന് എനിക്ക് തോന്നുന്നത്. ശബരിയെ മരുമകനായി കിട്ടിയത് ഒരു ഭാഗ്യം തന്നെയാണ്. ദേമോളെ ശബരി സ്നേഹിക്കുന്നത് കാണുമ്പോ എന്റെ മനസ്സ് നിറയും. അതെ അതെ, ശബരിയെ കണ്ട് വേണം ആണുങ്ങളെ ഭാര്യയെ സ്നേഹിക്കാൻ പഠിക്കാൻ, അല്ലേ അച്ഛാ? അങ്ങനെ പറയാൻ പറ്റില്ല. രഘു എന്താ നിന്നെ സ്നേഹിക്കുന്നില്ലേ? ഓരോരുത്തരും ഓരോ തരത്തിലാണ് സ്നേഹം പ്രകടിപ്പിക്കുന്നത്. രഘു കുറച്ച് അധികാരത്തോടെ സ്നേഹിക്കുന്ന ഒരാളാണ്. ശബരി കുറച്ചുകൂടി പാവാണ്, പക്വതയോടുകൂടിയാണ് സ്നേഹം പ്രകടിപ്പിക്കുന്നത്. അതുകൊണ്ട് അത് കാണുന്നവർക്കും അതുപോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണമെന്ന് തോന്നിപ്പോവും. ഞാനെന്തായാലും കുറെ നാളുകൾക്ക് ശേഷമാ അച്ഛൻ സന്തോഷത്തോടെ ഇരിക്കുന്നത് കാണുന്നത്. അതെ, അച്ഛന്റെ പുഞ്ചിരിയുള്ള മുഖം കാണാനാ ഞങ്ങൾക്ക് എപ്പോഴും ഇഷ്ടം. അത് കാണുമ്പോ ഞങ്ങൾക്ക് സന്തോഷം. ഒരച്ഛനെ ഏറ്റവും സന്തോഷിക്കുന്നത് തന്റെ മകള് കല്യാണം കഴിപ്പിച്ചയച്ച വീട്ടിലും സന്തോഷത്തോടുകൂടി ജീവിക്കുന്നത് കാണുന്നത്. താൻ കണ്ടെത്തിയ മരുമകൻ ശരിയായിരുന്നുവെന്നും തന്റെ കാലശേഷവും മകൾ സന്തോഷത്തോടെ ജീവിക്കുമെന്നും തിരിച്ചറിയുമ്പോഴാ ഒരച്ഛന് സമാധാനം കിട്ടുന്നത്. ശബരിയിൽ നിന്നും രഘുവിൽ നിന്നും ആ സമാധാനം അച്ഛന് വേണ്ടുവോളം കിട്ടുന്നുണ്ട്. സത്യനോ? വാ വാ, ഇരിക്കെ. എന്തൊക്കെയുണ്ട് മോനെ സത്യ വിശേഷങ്ങള്? ഒരു കാര്യം പറയാൻ വേണ്ടിയാ ഞാൻ വന്നത്. അനുവെടുത്തി പറഞ്ഞിട്ടാ ഞാൻ വന്നത്. എന്താ സത്യ, വീട്ടില് പിന്നെയും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? അങ്ങനെ പ്രശ്നമാവൂന്ന് ഇപ്പൊ പറയാൻ പറ്റില്ല. പക്ഷേ പ്രശ്നമാവാൻ സാധ്യതയുള്ളൊരു കാര്യമാ. സച്ചി സാറിന്റെ ഭാര്യയും മോളും വീട്ടിൽ വന്നിരുന്നു. എന്തിന്? ഗോകുലിനും മഞ്ചാടിയെ പെണ്ണ് ചോദിച്ച് സച്ചി സാറും കുടുംബവും പഞ്ചരത്നത്തിൽ വന്നിരുന്നു അല്ലേ? വന്നിരുന്നു. പക്ഷെ ആ കല്യാണം നടക്കില്ലെന്ന് ഞാൻ അപ്പൊ തന്നെ അവരോട് പറഞ്ഞ് തിരിച്ചയച്ചിരുന്നല്ലോ. പക്ഷേ സാവിത്രി ആന്റി വീട്ടിൽ വന്ന് അമ്മയോട് മറ്റൊരു രീതിയിലാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചത്. അമ്മയും ഇന്ദ്രനും സമ്മതിച്ച കല്യാണം നടക്കും, അതുകൊണ്ട് എതിരൊന്നും പറയരുതെന്നാ പറഞ്ഞത്. അത് കേട്ടതോടെ അമ്മ പ്രശ്നമുണ്ടാക്കി. ഇതെന്താ അവരങ്ങനെ ചെയ്തത്? ഞാൻ ഈ കല്യാണം നടക്കില്ല എന്ന് അവരോട് ഉറപ്പിച്ച് പറഞ്ഞതാണല്ലോ. പിന്നെന്താ അവരവിടെ വന്ന് അങ്ങനെ സംസാരിച്ചത്? അത് അവരെന്താ അങ്ങനെ പറഞ്ഞതെന്നറിയില്ല. അത് തെറ്റല്ലേ? ഇതിപ്പോ ഞങ്ങൾക്ക് എല്ലാവർക്കും സമ്മതവും കല്യാണത്തിന് തടസ്സം നിൽക്കുന്നത് ഇന്ദ്രനും സുശീലയും ആണെന്ന തരത്തിലല്ലേ പറഞ്ഞു കേൾക്കുമ്പോ ആളുകൾക്ക് കരുതാൻ പറ്റൂ. അവരൊക്കെ അങ്ങനെ തന്നെയാ വിചാരിച്ചിരിക്കുന്നത്. അതാ ഈ കാര്യം ഇവിടെ അറിയിക്കാൻ അനുവെടുത്തി എന്നോട് പറഞ്ഞത്. ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല. ഉടനെ തന്നെ സച്ചിയെ കണ്ട് സംസാരിക്കണം. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം. അല്ല, അതിന് ഇപ്പൊ തന്നെ പോണമെന്നില്ല, ഞാൻ അറിയിച്ചെന്നേ ഉള്ളൂ. അല്ല സത്യ, തെറ്റിദ്ധാരണകൾ മനസ്സിൽ വെച്ച് വളർത്തിയാൽ അതൊരിക്കലും നമ്മളാരും വിചാരിക്കാത്തയിടത്ത് വിചാരിക്കാത്ത രീതിയിൽ പ്രകടമായി വന്നെന്നു വരും. അത് ബന്ധങ്ങൾ വഷളാക്കുകയും ചെയ്യും. അല്ലെങ്കിൽ തന്നെ പ്രശ്നങ്ങൾക്ക് ഒരു കുറവുമില്ലാത്ത അവസ്ഥ.
ഇനി ഇതും കൂടി താങ്ങാൻ വയ്യ. ഇപ്പൊ തന്നെ സച്ചയെ കണ്ട് എല്ലാം പറഞ്ഞങ്ങ് അവസാനിപ്പിക്കണം. ഞാനൊന്ന് റെഡി ആയിട്ട് വരാം. മോളെ കുഞ്ഞിനെടുത്തേ. അമ്മ അങ്ങനെയാണെങ്കിൽ ഞാനും കൂടി വരാം. അല്ല, എന്നാ ഞാനും വരാം. ആ സത്യം, നമുക്ക് താഴെ ഇരിക്കാം. ആ മഞ്ചാടി, നീ എന്തിനാ മഞ്ചാടി കരയുന്നേ? ഇത്രയും നാളും അച്ഛനൊരു സങ്കടം കൊടുക്കാത്ത ആള് ഞാൻ മാത്രമായിരുന്നു. ഇപ്പൊ അതുമായി. പാവ അച്ഛൻ ഒരുപാട് നാൾക്ക് ശേഷം ഇന്നൊരു പുഞ്ചിരിയോടെ ഇരുന്നതാ, അതും പോയില്ലേ? ഇതൊന്നും നീ കാരണം സംഭവിച്ചതല്ല മഞ്ചാടി. ഇതിലൊന്നും നീ ഒരു തെറ്റും ചെയ്തിട്ടുമില്ല. വെറുതെ ഇല്ലാത്ത കാര്യങ്ങളും പറഞ്ഞ് നീ വെറുതെ വിഷമിക്കരുത്. നിന്റെ ശ്രദ്ധയും ചിന്തയും എല്ലാം പഠിത്തത്തിൽ മാത്രം മതി. വേറൊന്നും നീ ഇപ്പൊ ഓർക്കണ്ട, മനസ്സിലായോ? അതേ മോളെ, മറ്റുള്ളവർ ചെയ്ത കുറ്റങ്ങള് നീ സ്വയം എടുത്ത് തലയിൽ വെച്ച് വിഷമിക്കുന്നത് തെറ്റാണ്. അമ്പിളി ചേച്ചി പറഞ്ഞതാണ് ശരി. നീ ഇതൊന്നും ഓർത്ത് വെറുതെ സങ്കടപ്പെടരുത്. വാ, നീ വാ. വിനേട്ടൻ കടയിലേക്കാണോ? ആ. അയ്യോ, ഒന്നും കഴിക്കാതെയാണോ പോകുന്നത്? ഞാൻ ചായ എടുക്കട്ടെ? വേണ്ട. എന്നാ പിന്നെ ഞാൻ കാപ്പി എടുക്കാം. നീ എന്താ എന്നെ കളിയാക്കുവാണോ? എന്താ വിനേട്ടത്? കുടിക്കാൻ ചായയോ കാപ്പിയോ വേണോന്ന് ചോദിക്കുന്നത് കളിയാക്കലാണോ? എനിക്കൊന്നും മനസ്സിലാവില്ല എന്ന് കരുതരുത്. നീ ഇവിടെ കാടിച്ചു കൂട്ടുന്നൊക്കെ എന്താണെന്ന് എനിക്കറിയാം. ഇതാ ഇപ്പൊ നന്നായത്. വിനേട്ടൻ ഒന്നും കഴിക്കാതെ പോകാൻ അനുവദിക്കുകയാണോ ഒരു നല്ല ഭാര്യ ചെയ്യേണ്ടത്? എന്റെ ഭർത്താവിന്റെ ആരോഗ്യ കാര്യങ്ങള് ഞാൻ വേണ്ടേ ശ്രദ്ധിക്കാൻ? ചായയും കാപ്പിയും വേണ്ടെങ്കിൽ ഞാൻ കുറച്ച് പാല് തിളപ്പിക്കാം, അതെങ്കിലും കുടിച്ചിട്ട് പോയാ മതി. എടീ, നീ വെറുതെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. കൊറേ ആയി ഞാൻ ക്ഷമിക്കുന്നു. ആഹാ, ഇതിപ്പോ ഇങ്ങനെ പറഞ്ഞ എങ്ങനെയാ? ചിരിച്ച മുഖമായിട്ട് വിനേട്ടന്റെ കാര്യങ്ങൾ നോക്കണമെന്നല്ലേ പറഞ്ഞ? അതല്ലേ ഞാൻ ചെയ്യുന്നേ. ഓ, അപ്പൊ ആ പറഞ്ഞതിന്റെ പ്രതികാരമാണ് ഈ കാണിക്കുന്നൊക്കെ അല്ലേ? പ്രതികാരോ? ഞാനോ? അയ്യോ, ഇതാണോ പ്രതികാരം? ഇതെന്റെ ഗതികേടാ. ഇപ്പൊ നിങ്ങക്ക് മനസ്സിലായോ? ഒരാളെ നിർബന്ധിച്ച് നമുക്കൊന്നും ചെയ്യിക്കാൻ പറ്റില്ല. അങ്ങനെ നിർബന്ധിച്ച് നേടിയെടുത്തോ അത് അനുഭവിക്കാൻ ആർക്കും സാധിക്കില്ല. എല്ലാ സ്ത്രീകളെയും പോലെ ഭർത്താവിനും കുഞ്ഞുങ്ങൾക്കും ഒപ്പം സന്തോഷമായിട്ടുള്ളൊരു ജീവിതം തന്നെയാ എന്റെ സ്വപ്നം.